പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ആമേൻ മെയ് മാസം 28 സ്തോത്രം ഹല്ലേലൂയ വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെ ഉയർത്തിപ്പിടിച്ചിട്ട് നല്ല കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നടത്തിയത്. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ കഴിഞ്ഞ പകൽക്കാലം നമ്മളെ സൂക്ഷിച്ചു. നമ്മുടെ സകല ആവശ്യങ്ങളിലും കർത്താവിൻ്റെ കൃപയുണ്ടായിരുന്നു. കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നെ നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. അമേൻ അമേൻ അമേൻ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലവും അത്ഭുതകരമായി നടത്തുന്ന കർത്താവിന്, ജയോത്സവമായി നടത്തുന്ന കർത്താവിന്, സന്തോഷത്തോടെ നടത്തുന്ന കർത്താവിന് ആനന്ദത്തോടെ സ്തോത്രം പറഞ്ഞാട്ട്. നമ്മുടെ കർത്താവ് നല്ലവനാകുന്നു, നമ്മുടെ കർത്താവ് വിശ്വസ്തനാകുന്നു, നമ്മുടെ കർത്താവ് മാറാത്തവനാകുന്നു. ആനന്ദത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. നമ്മുടെ കർത്താവ് നല്ലവനല്ലോ, നമ്മുടെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ആനന്ദത്തോടെ സ്തോത്രം ചെയ്ത് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത്, 7-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം, എൻ്റെ പരിച ദൈവത്തിൻ്റെ പക്കലുണ്ട്, കർത്താവ് ഹൃദയ പരമാർത്ഥികളെ രക്ഷിക്കുന്നു. അതിൻ്റെ 17-ാമത്തെ വാക്യം, ഞാൻ യഹോവയെ കർത്താവിൻ്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും, അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും. അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും. കരമുയർത്തി ഒന്നുകൂടെ ഒന്ന് സ്തോത്രം ചെയ്താണ്ട് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. നമ്മൾ സന്തോഷത്തോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഇന്നത്തെ പ്രഭാതത്തിൽ ഇവർ ഈ ശബ്ദം കേൾക്കുന്നത് ഇവർക്ക് അനുഗ്രഹമായി തീരട്ടെ, ഇവർക്ക് നന്മയ്ക്ക് കാരണമായി തീരട്ടെ, ഇവരുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി നടക്കുവാൻ കാരണമാകട്ടെ. ലെറ്റ് എവരി വൺ എക്സ്പീരിയൻസ് യുവർ പ്രസൻസ്. എല്ലാവരും അങ്ങയുടെ സാന്നിധ്യത്തെ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ മേൽ ഒരു ആത്മപകർച്ച ഉണ്ടാകട്ടെ. ഇവരുടെ മേൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരാത്മാവിൻ്റെ പകർച്ച ഉണ്ടാകട്ടെ. ബലഹീനതകളെ മാറ്റുന്ന, കെട്ടുകളെ അഴിക്കുന്ന ആമേൻ ദൈവികമായ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ. എല്ലാ ബലഹീനതകളും മാറിപ്പോകത്തക്കവണ്ണം ഒരാത്മപകർച്ച ഉണ്ടാകട്ടെ. കെട്ടുകളെ പൊട്ടിക്കുന്ന ദൈവശക്തി ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ. കർത്താവേ, അങ്ങ് അത്ഭുതങ്ങളെ ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ചാൽ എല്ലാ പാരമ്പര്യ രോഗശക്തികളും വിട്ടുപോട്ടെ. മൈഗ്രെയിൻ മാതിരിയുള്ള പാരമ്പര്യമായി പിന്തുടർന്ന് പിടിക്കുന്ന രോഗത്തിൻ്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പാരമ്പര്യമായുള്ള ഹാർട്ട് ഡിസീസുകൾ, ആമേൻ ആമേൻ, കിഡ്നി ഡിസീസുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. അത്ഭുതം സംഭവിക്കട്ടെ. ഈ ശരീരം യേശുവിൻ്റെ നാമത്തിൽ ദൈവിക ആരോഗ്യത്തെ അനുഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അടിപ്പിണരുകളുടെ സൗഖ്യം ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾ തങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. ആമേൻ. ഡിവൈൻ പ്രോസ്പെറിറ്റി, ഡിവൈൻ ഹെൽത്ത് യേശുവിൻ്റെ നാമത്തിൽ ഇവർ അനുഭവിക്കട്ടെ. കർത്താവേ, എല്ലാ ഇല്ലായ്മകളും മാറട്ടെ. യേശു ഞങ്ങളുടെ ഇടയനാകുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായ്മകളില്ലല്ലോ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ ഇല്ലായ്മകളും മാറിപ്പോട്ടെ. ആമേൻ. സ്തോത്രം. ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ, ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠിപ്പാൻ ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും ദൈവകൃപയും കൊടുത്ത് അനുഗ്രഹിക്കണം. ആത്മാവിൽ നിറഞ്ഞു മുന്നേറുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണം. കർത്താവേ, ഈ അന്ത്യകാലഘട്ടത്തിൽ കർത്താവേ, ലോകം പാപത്തിൻ്റെ ശക്തിയിൽ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പാപത്തെ ജയിച്ചു മുന്നേറുവാൻ കർത്താവ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ ആത്മാവ് എല്ലാവരെയും സഹായിച്ചാട്ടെ. നാളത്തെ സഭായോഗം അനുഗ്രഹ സമ്പൂർണ്ണമായി തീരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആനന്ദിച്ച് ആരാധിച്ച് ബലപ്പെടുവാൻ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആത്മാവിൻ്റെ വലിയ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ നാളത്തെ സഭായോഗത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ആത്മാവിൽ ഒരുങ്ങുക. വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. എസെക്കിയേലിൻ്റെ പുസ്തകം 47-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കാം. അവൻ പിന്നെയും 1000 മുഴം അളന്നു, അതെനിക്ക് കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി, വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത
ഒരു നദിയായി തീർന്നു. നമ്മൾ എസെക്കിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 47-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് സമയം അനുവദിക്കുന്നതനുസരിച്ച് നിങ്ങൾ വായിക്കുക. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. ശ്രദ്ധയോടെ കേട്ടാട്ടെ. ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നത്, ആമേൻ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് ഒരു നദി, അവിടുന്ന് ആലയത്തിനകത്തുനിന്ന് പുറപ്പെടുന്ന ഒരു നദി. ഇതൊരു സാധാരണ നദിയല്ല. ഈ നദി നമ്മളെ ഓർപ്പിക്കുന്ന ജീവനെ ആകുന്നു, ദൈവ സാന്നിധ്യത്തെ ആകുന്നു, ദൈവശക്തിയാണ്, ദൈവിക ചലനത്തെയാണ് ഈ നദി നമ്മളെ കാണിക്കുന്നത്. അപ്പം എസെക്കിയേലിനെ ഒരു ദൂതൻ ആ വെള്ളത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുക. ആദ്യം അവിടെ പറയുന്നത് നരിയാണിയോളം ആംഗിൾ ലെവലിലുള്ള ഒരു ലെവല്, അത് കഴിഞ്ഞിട്ട് മുട്ടോളം നീ ലെവല്, അത് കഴിഞ്ഞിട്ട് വേസ്റ്റ് നമ്മുടെ അരയോളം, അതിനുശേഷം നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരു അനുഭവത്തിലേക്ക് പോകുക. അപ്പം ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ കാണിക്കുന്നത് ആത്മീക തലങ്ങളെയാണ് കാണിക്കുന്നത്. കൂടുതൽ ദൈവമക്കളും എന്ത് ചെയ്യുന്നത് ആ ആംഗിൾ ലെവലിൽ അങ്ങ് നിൽക്കുക, ഷാലോ വാട്ടേഴ്സ്. ആമേൻ. പക്ഷേ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ആഴമേറിയ ബന്ധത്തിലേക്ക്, ആഴമേറിയ അനുഭവത്തിലേക്ക്, ആ വലിയ ദൈവശക്തി അനുഭവിക്കണമെന്നും അസാധാരണമായ വിശ്വാസമുള്ളവരായിരിക്കണമെന്നും പൂർണ്ണമായിട്ട് കർത്താവിൽ ആശ്രയിച്ച് കർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്നവരായി തീരണമെന്നുമാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. ആംഗിൾ ലെവൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നരിയാണിയോളം എന്ന് പറഞ്ഞാൽ, അതൊരു തുടക്കം മാത്രമാണ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ വെള്ളത്തിലാണോ എന്ന് ചോദിച്ചാൽ വെള്ളത്തിൽ, പക്ഷേ കൺട്രോൾ മുഴുവനും നമ്മുടെ കയ്യിൽ തന്നെ. നമ്മളിപ്പോൾ നമുക്കറിയാം, പൊത്ത മാത്രം നനയുന്ന വെള്ളത്തിൽ കൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് പേടിക്കാനൊന്നുമില്ല, നമ്മുടെ കൺട്രോളിലാണ് പോകുന്നത്. അതൊരു സാധാരണ ക്രിസ്ത്യാനിയുടെ അനുഭവമാണ്. വല്ലപ്പോഴും ഒരു പ്രാർത്ഥന, വല്ലപ്പോഴും ദൈവവചനം വായിക്കുക, അല്പസ്വല്പം ദൈവവചനത്തെക്കുറിച്ച് അറിയാം. നമ്മൾ ഡിപ്പെൻഡഡ് ഓൺ ഫീലിങ്സ് ഇല്ല, അല്ലാതെ വിശ്വാസത്തിലല്ല ജീവിക്കുന്നത്. നമ്മൾ അന്നേരം അനുഭവിക്കുന്ന അനുഭവങ്ങളിൽ വിശ്വസിക്കുന്നു. ആ സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ കയറിയിട്ടില്ല. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം. കാരണം നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് വെള്ളത്തിൽ കൂടെ, ഈ ആംഗിൾ ലെവൽ എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ വെള്ളം നനഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, നമുക്ക് ഇഷ്ടം പോലെ നടക്കാം, നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ കർത്താവ് നമ്മൾ അവിടെ നിൽക്കണമെന്നല്ല കർത്താവ് ആഗ്രഹിക്കുന്നു. അടുത്ത ലെവലെന്ന് പറഞ്ഞ് മുട്ടോളമുള്ള ലെവലാണ്. ഹല്ലേലൂയ. അവിടെ മുട്ടെന്ന് പറയുമ്പോൾ പ്രാർത്ഥനയെ കാണിക്കുന്നു, താഴ്മയെ കാണിക്കുന്നു, കീഴ്പ്പെടലിനെ കാണിക്കുന്നു. അവിടെ പ്രാർത്ഥന ആദ്യത്തെ ലെവലിനേക്കാളും കുറച്ചുകൂടെ സീരിയസ് ആയി തുടങ്ങി. ആരാധന കുറച്ചുകൂടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി. ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാൻ തുടങ്ങി. നമ്മൾ കൂടുതലായിട്ട് ആത്മീക കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ തുടങ്ങി. പഴയ പോലെ വെള്ളത്തിൽ കൂടെ നടക്കുന്ന ഇപ്പം നടക്കാൻ പറ്റത്തില്ല. പണ്ട് നരിയാണിയോളം ഉള്ളപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാം. എന്നാൽ മുട്ടോളമായപ്പോൾ കുറച്ചുകൂടെ പെതുക്കിയായി നടപ്പ്. ഹല്ലേലൂയ. നമ്മളെ റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് നമ്മുടെ ജഡീക താല്പര്യങ്ങളെയൊക്കെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ റെസിസ്റ്റൻസ് വരാൻ തുടങ്ങി. സാധാരണ അങ്ങ് പോകുന്നത് പോലെ നരിയാണിയുടെ ലെവലിൽ നമുക്ക് ഓടാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തെ തൊടാൻ തുടങ്ങി. ലൈഫ് സ്റ്റൈല് മാറി, നമ്മുടെ സംസാര രീതി മാറി, നമ്മുടെ ഹാബിറ്റും ആഗ്രഹങ്ങൾക്കുമൊക്കെ മാറ്റം വന്നു. സ്തോത്രം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇവിടെ ഓർപ്പിക്കുക, അടുത്ത ലെവലിൽ ആംഗിൾ ലെവൽ, നീ ലെവലിലേക്ക് നമ്മൾ കയറി. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ലെവൽ കാണിക്കുന്നത് അരയോളമാണ്. അവിടെ നമുക്ക് ഹല്ലേലൂയ ആ അരയോളം എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം, മുട്ടറ്റമുള്ള വെള്ളത്തിൽ നടക്കുന്നതും അരയറ്റമുള്ള വെള്ളത്തിൽ നടക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടെ വരുമ്പോഴത്തേക്കിനെ നമ്മുടെ ക്യാരക്ടർ ശരിക്കും മാറ്റം വരും. സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ബിഗെയിൻ ടു ഓപ്പറേറ്റ്. ആത്മീക കൃപാവരങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. കൂടുതൽ നിങ്ങൾ ഫലപ്രദമാകാൻ തുടങ്ങി. നിങ്ങളുടെ ജീവിതം മുഖാന്തരം അനേകർ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്തുപറ്റി? വെള്ളത്തിൻ്റെ ശക്തി കൂടി. അപ്പം നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിൽ നമുക്ക് പോകാനും വരാനും ഒന്നും പറ്റാതായി. ആ വെള്ളം നമ്മുടെ കാര്യങ്ങളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അനുഭവത്തിലേക്ക് മാറി. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു ആ മൂന്നാം ലെവലിലെത്തി. അവിടെ നിൽക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നു. ടോട്ടൽ സറണ്ടർ ചെയ്യുക. അതായത് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാതാകുന്നു. വെള്ളം നമ്മളെ ചുമന്നുകൊണ്ട് പോകുന്നൊരു അനുഭവം. ആ സമയത്ത് നമ്മൾ കർത്താവിൽ ട്രസ്റ്റ് ചെയ്യുന്ന അനുഭവത്തിലേക്ക് വരിക. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുക, കുഞ്ഞുങ്ങളെ, ആ ലെവല് ഏറ്റവും കൂടിയ ലെവലിലെത്തുവാനും കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ആംഗിൾ ലെവലിലോ നീ ലെവലിലോ വേസ്റ്റ് ലെവലിലോ നിന്ന് ജീവിക്കുവാൻ ആഗ്രഹിക്കാതെ ആത്മാവിൽ മുഴുകി പൂർണ്ണമായി നിറഞ്ഞ് ജീവിച്ചാൽ
ഈ ക്രിസ്തീയ ജീവിതം പോലെ സന്തോഷപൂർണ്ണമുള്ള ഒരു ജീവിതം വേറെയില്ല. ഇത് നമ്മുടെ ആഗ്രഹമാണ്. നമുക്കൊരാഗ്രഹം വേണം, വെള്ളത്തിലോട്ട് ഇറങ്ങണമെന്ന് നമുക്ക് ആഗ്രഹം വേണം, മുന്നോട്ട് നടക്കണമെന്ന് നമുക്കൊരാഗ്രഹം വേണം. അല്ലെങ്കിൽ നമുക്ക് കരയ്ക്ക് നിന്ന് വെള്ളം കാണാം, വെള്ളത്തിൽ കാല് വെച്ചുകൊണ്ട് ജസ്റ്റ് നമുക്ക് നനയാം. എന്നാൽ മുന്നോട്ട് ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ നമുക്കൊരാഗ്രഹം വേണം. അതിനെന്നാ വേണം? കർത്താവുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുക. ദൈവത്തിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുക, ദാഹമുണ്ടാകുക. കർത്താവ് അടുത്ത ലെവലിൽ എനിക്ക് ഉയരണം. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണങ്ങളെ നമ്മൾ ഏറ്റെടുക്കണം. അതായത് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുവാൻ നമ്മൾ വിട്ടുകൊടുക്കണം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഈ ലോകത്തിലെ കംഫോർട്ട് സോണുകളൊക്കെ നമ്മൾ വിടുവാനും ആത്മാവുമായിട്ട് കണക്റ്റഡായി നിൽക്കുവാനും കർത്താവ് നമ്മളെ ഓർപ്പിക്കുക. ഈ പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, ആമേൻ, മുന്നോട്ട് പോകണോ? വെള്ളത്തിലേക്ക് ഇറങ്ങിയാലേ പറ്റുള്ളൂ, അടുത്ത ലെവലിലേക്ക് പോയാലേ പറ്റുള്ളൂ. അവൻ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരാത്മ ലെവലിലേക്ക് കയറുവാൻ പരിശുദ്ധാത്മാവിന്ന് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ ആഗ്രഹിക്കുന്നു ആ ഹൈ ലെവൽ ഓഫ് സ്പിരിച്വാലിറ്റിയിലേക്ക് കയറി വരണം? ഈ നരിയാണിയോളമുള്ള അനുഭവങ്ങളൊക്കെ മാറി യഥാർത്ഥ ആത്മീക അനുഭവത്തിൽ പൗലോസ് അപ്പോസ്തലനൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചതുപോലെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ കാര്യങ്ങളെ ഉയർത്തിയാണ്ട് പിതാവേ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ സ്പിരിച്വൽ ഡയമെൻഷനകത്ത്, ആത്മീക തലങ്ങൾക്കകത്ത് യേശുവിൻ നാമത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാകട്ടെ. ഒരു സ്പിരിച്വൽ പ്രൊമോഷൻ സംഭവിക്കട്ടെ. വലിയൊരു മുന്നേറ്റം തന്നെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഞാനിവരെ അനുഗ്രഹിക്കുക. ഇവരുടെ ലെവൽ മാറി മുന്നേറി കയറി വരുവാൻ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞ കവിയും നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ആമേൻ. നമ്മുടെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.